മലപ്പുറം നിലമ്പൂർ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. വനം വകുപ്പിന്റെ ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുക. 2 കുങ്കിയാനകളുടെ സഹായത്തോടെയാകും തിരച്ചിൽ. 50ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാണ് ദൗത്യം. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും തിരയും. പാലക്കാട്ട് നിന്നുള്ള 25 അംഗ സംഘവും ഇന്ന് തിരച്ചിലിന് ഉണ്ടാകും. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം നിലമ്പൂരിലെ ഈ നരഭോജി കടുവയെ പിടികൂടുന്നതിനായുള്ള തുടർ നടപടികൾ ഇനി എപ്രകാരമാണ് മുന്നോട്ട് പോകുക? ശിവദാസിലേക്ക് എത്താം. മലപ്പുറം നിലമ്പൂർ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയെ നരഭോജി കടുവ കടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ഏകദേശം പകുതിയോളം ശരീരം ഭക്ഷിക്കുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒടുവിൽ ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുകയായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയും ധനസഹായവും അതോടൊപ്പം ഈ നരഭോജി കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിന്മേലാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇന്നും ഈ ദൗത്യം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശിവദാസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാളിക്കാവ് സ്വദേശിയായ ഗഫൂർ എന്ന വ്യക്തിയെയാണ്, ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്, ഇദ്ദേഹത്തെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കാരണം മുൻപും ഇത്തരത്തിലുള്ള വന്യജീവികളുടെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മൃതദേഹം ഈ ഭാഗത്തു നിന്നും കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് ഓടിക്കൂടി എത്തി അതിൽ ഈ പ്രതിഷേധത്തിൽ പങ്കുകൊണ്ടിരുന്നു. വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള രോഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ വന്ന് ചർച്ച നടത്തി. MLA അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മൃതദേഹം പിന്നീട് കൊണ്ടുപോകാൻ സമ്മതിച്ചതും പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞത്. അതായത് കൃത്യമായ മറുപടി വനവകുപ്പ് ഇവർക്ക് നൽകിയിരുന്ന അടിയന്തര ധനസഹായമായി 14 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകും എന്നാണ് അറിയിച്ചത്. 10 ലക്ഷം രൂപ വനംവകുപ്പും 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്ന് വനംവകുപ്പ് അറിയിച്ചിരുന്നു. ബാക്കിയുള്ള 5 ലക്ഷം രൂപ വൈകാതെ തന്നെ നൽകും എന്നും അറിയിച്ചിരുന്നു. മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന 4 ലക്ഷം രൂപയും ഉടൻ തന്നെ കൈമാറും എന്നും അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഈ കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലണം എന്നതായിരുന്നു നാട്ടുകാരുടെ മറ്റൊരു ആവശ്യം. ഈ ആവശ്യവും ഇപ്പോൾ വനംവകുപ്പ് അംഗീകരിച്ചിരുന്നു. എന്തായാലും കടുവയെ പിടികൂടും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. അതായത് ഇന്നലെ തന്നെ ദൗത്യസംഘം ഈ വനമേഖലയോട് ചേർന്ന് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. ഇന്നലെ തന്നെ ഈ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇന്നും കൂടുതൽ ക്യാമറകൾ ഈ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. ഏകദേശം മൊത്തം 50 ക്യാമറയോളം ആണ് ഇവിടെ സ്ഥാപിക്കുന്നത്. വിവിധ ഈ കടുവയുടെ സഞ്ചാരപഥം തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നീട് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. 25ഓളം വരുന്ന സംഘങ്ങൾ ആണ് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ രാവിലെ മുതൽ തന്നെ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുക. അതോടൊപ്പം തന്നെ കൂട് സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കടുവയെ പിടികൂടാനുള്ള കൂടും സ്ഥാപിക്കും. മാത്രമല്ല ഈ കടുവയെ വെടിവെച്ച് മയക്കുവെടി വെക്കാനാണ് നിലവിൽ ഉള്ള ഒരു തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ അത്തരത്തിലുള്ള വിദഗ്ധ സംഘവും ഈ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്.
ഇങ്ങനെ വലിയ ഒരു ദൗത്യം തന്നെയാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വലിയ ഒരു ദൗത്യം തന്നെയാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. എന്തായാലും കടുവയെ ഉടൻ പിടികൂടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പേടിയോടെയാണ് ഈ ഭാഗങ്ങളിൽ നാട്ടുകാർ കഴിയുന്നത്. കടുവയുടെ ശല്യം മാത്രമല്ല, മറ്റ് കാട്ടാനകളുടെയും മറ്റു വന്യ മൃഗങ്ങളുടെയും ശല്യമെല്ലാം തന്നെ രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഈ കാളികാവ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ഇപ്പോൾ കടുവയെ പിടികൂടുന്ന ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. നരഭോജിക്കായി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്.